കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം. രാവിലെ മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു. ശ്രീലകത്തതാ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂവിക്ക് നിൽക്കുകയാണ്. നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. ഒരു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു മഞ്ഞ പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും കദളിപ്പഴവുമുണ്ട്. പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നുണ്ണിക്കണ്ണൻ്റെ സുന്ദര രൂപം മേൽശാന്തി നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. രൂപം കണ്ട ഭക്തജനങ്ങളെല്ലാവരും നാരായണ നാമം ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു. സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. പൊന്നുണ്ണിക്കണ്ണനെ, സുന്ദര കുട്ടപ്പനായ പൊന്നുണ്ണിക്കണ്ണനെ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് മഞ്ഞപ്പി പട്ടുടുത്ത് കയ്യിൽ ഓടക്കുഴലും കദളിപ്പഴവും പിടിച്ച് നിൽക്കണ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ഒരു നിമിഷം കണ്ണടച്ച് നമ്മുടെ മനസ്സിലൊന്ന് പ്രതിഷ്ഠിച്ച് കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് കണ്ണനൊന്നിൽ പൊന്ന് ലാളിച്ച് ഒരു മുത്തമെല്ലാം കൊടുത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക. നല്ല മനസ്സോടുകൂടി നമ്മുടെ പ്രാർത്ഥന അത് കണ്ണൻ സ്വീകരിക്കും, അതുറപ്പാണ്. കണ്ണൻ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും. നല്ല മനസ്സോടുകൂടി നാമങ്ങൾ ചൊല്ലിക്കോളൂ, ഉറക്കെ ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. ഒരു സങ്കോചവും വിചാരിക്കേണ്ട, മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ, കണ്ണനൊപ്പുണ്ടാവും. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയമന്ത്രം എല്ലാവർക്കും എല്ലായ്പ്പോഴും ജപിക്കാവുന്നതാണ്. കുടുംബ ഭദ്രത, കുടുംബ ഐശ്വര്യം, സൽസന്താനങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവും. രോഗദുരിതങ്ങളെല്ലാം തീരുന്നതാണ്. ഋഷീശ്വരന്മാർ കൈമാറി തന്ന ഈ നാമത്രയമന്ത്രം എല്ലാവരും ഉറക്കെ ഉറച്ച വിശ്വാസത്തോടുകൂടി ജപിച്ചോളൂ. അതിൻ്റെ ഗുണം നമുക്ക് ഭഗവാൻ തരുന്നതാണ്. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.